അക്ബർ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. രേണു സുധി തിരിച്ച് വേട്ടപ്പട്ടി എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അക്ബറിനെ എല്ലാവരും ഇത്രയും അധികം കുറ്റപ്പെടുത്തുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് രേണു സുധി ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. മറ്റൊന്നുമല്ല, രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരാവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം വഴക്കുണ്ടാക്കുന്ന ഒരു വഴക്കാളിയായി മാറുമെന്നാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് രേണു സുധി ആളുകളെ അത്രയ്ക്കധികം ഒന്നും വെറുപ്പിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ ചില ഡ്രാമയൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞാൽ പോലും അനാവശ്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ചൊറിയുന്ന തരത്തിലുള്ള പരിപാടിയൊന്നും രേണു സുധി ഒപ്പിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ കുറ്റം പറയേണ്ട രീതിയിൽ ഒട്ടും ഒപ്പിച്ചിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ ഇത്രയും അധികം ചർച്ചയാവാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് ഭീകര സപ്പോർട്ടുണ്ട്. പല ബിഗ് ബോസ് ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അധികം സപ്പോർട്ടാണ് രേണു സുധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ ഒറ്റയ്ക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ത്രീ, ഒരു അതിജീവിത, ആ തരത്തിലൊക്കെയാണ് പല കുടുംബ പ്രേക്ഷകരും രേണുവിനെ കാണുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവരെയും കൂടി ക്യാൻവാസ് ചെയ്യാനായിട്ട് രേണു ശ്രമിക്കുന്നുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അത്ര വലിയൊരു പരിഗണനയൊന്നും രേണു സുധിക്ക് കൊടുക്കേണ്ടതില്ല. രേണു സുധിക്കെന്നല്ല, അവിടെയുള്ള ഒരു മനുഷ്യന് കൊടുക്കേണ്ടതില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. അല്ലാതെ തന്നെ ഗെയിം കളിക്കട്ടെ, അല്ലാതെ തന്നെ മുന്നോട്ട് പോട്ടെ. അതാണല്ലോ ചെയ്യേണ്ടത്.